നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലോട്ട് കാലുമാറിയില്ലേ. അത് കണ്ടപ്പോൾ ഇവിടെയുള്ള സംഘിണികൾക്കും സംഘികൾക്കും കുരുപൊട്ടി ഒലിച്ച് സോഷ്യൽ മീഡിയ കയറി വിളയാടുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത 3 പേരുണ്ട്. ആ 3 പേർക്കും നമുക്ക് ഇന്ന് മറുപടി കൊടുക്കാനുണ്ട്. ആദ്യത്തെ ആളുടെ പേര് പറയണ്ടില്ല, ഞാൻ കുറെ വീഡിയോ ചെയ്തതാണ് ഈ പെണ്ണുങ്ങളോടത്. ഷൈനി മധുസൂദൻ. എടാ പൊന്നു വാര്യരെ ചത്തൂടെ പോയിട്ട് ഇതിനേക്കാളും. രണ്ടാമത്തെ ആള് കുറച്ച് വെറൈറ്റി ആണ്. അതായത് നന്മയൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. നാട്ടുകാരൊക്കെ ഇയാളെ തീട്ടായി എന്നാണ് വിളിക്കുന്നത്, പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാൻ താല്പര്യമില്ല. ശ്രീ ചെറായി. സംഘം ഇവിടെ നിലനിൽക്കും. മൂന്നാമത്തെ ആളുടെ പേര് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ലസിത പാലക്കൽ അമ്മച്ചി. സംഘത്തിന് എന്ത് നഷ്ടമുണ്ടായത്? ആദ്യം നമുക്ക് ലസിത പാലക്കൽ അമ്മച്ചിയുടെ വീഡിയോ കാണാം. സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോയപ്പോൾ കുരുപൊട്ടിയിട്ട് ആ ചോരയും ചലമൊക്കെ സോഷ്യൽ മീഡിയയിൽ പെരക്കുകയാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ലസിത പാലക്കലിന്റെ വീഡിയോ കണ്ടിട്ട് മറുപടി കൊടുക്കാം. അതുപോലെ തന്നെ ഈ അശോകൻ, ഇവരൊക്കെ പോയിട്ട് ബി.ജെ.പിക്ക് എന്ത് നഷ്ടമുണ്ടായത്? സംഘത്തിന് എന്ത് നഷ്ടമുണ്ടായത്? അങ്ങനെ പറഞ്ഞു കൊടുക്കും മിത്രി പെണ്ണെ. കാരണം ഈ സംഘത്തിന് എന്ത് നഷ്ടം ഉണ്ടാകുന്നത്? സന്ദീപ് വാര്യരെ പോലുള്ള ഒരു പ്രവർത്തകൻ പോയി കഴിഞ്ഞാൽ സംഘത്തിന് എന്ത് നഷ്ടം? സംഘത്തിന് എന്ത് നഷ്ടമുണ്ടായത്? സംഘത്തിന് ഒരു നഷ്ടവും ഇല്ലെങ്കിൽ എന്തിനാ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരയുന്നത്? അപ്പോ കാര്യമായിട്ട് സംഘത്തിന് എന്തോ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സംഘത്തിന് എന്ത് നഷ്ടം എന്നൊക്കെ പറയുന്നത്. സംഘത്തിന് എന്ത് നഷ്ടമുണ്ടായത്? സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലോട്ട് പോയപ്പോൾ സംഘത്തിന് എന്ത് നഷ്ടം എന്ന് പറഞ്ഞ് നിങ്ങളെ പോലുള്ള സംഘിണികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് സംഘത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് സന്ദീപ് വാര്യരെ പോലുള്ള ഒരു പ്രവർത്തകനെ നഷ്ടപ്പെട്ടത്. സംഘത്തിന് എന്ത് നഷ്ടമുണ്ടായത്? സംഘത്തിന് എന്ത് നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ലസിത പാലക്കൽ അമ്മച്ചി മാത്രമല്ല വന്നിട്ടുള്ളത്, നമ്മുടെ ശ്രീ ചെറായി ഇല്ലേ, ഇതേ ഡയലോഗ് തന്നെയാണ് ചെറായും പറയുന്നത്, സംഘത്തിന് എന്ത് നഷ്ടമെന്ന്. സംഘം ഇവിടെ നിലനിൽക്കും. അപ്പൊ നമുക്കിനി നമ്മുടെ ശ്രീ ചെറായി അണ്ണന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. പ്ലേ ചെയ്യാം. നമസ്കാരം. നമസ്കാരം ശ്രീ ചെറായി. നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടല്ലേ സ്വന്തമായിട്ട്? അതായത് ഈ സംഘങ്ങൾ ചേർന്നിട്ട് നിർമ്മിച്ചു കൊടുക്കുന്ന വീടാണ് ചെറായിയുടെ പുറകിൽ കാണുന്നത്. എന്തായാലും പറ. സന്ദീപ് വാര്യരെ, ഈ വീട് ഏതാണെന്ന് ഓർമ്മേണ്ട. സന്ദീപ് വാര്യര കല്ലിടാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ച വീടാണ്. മഹാഭാഗ്യോട്ട സന്ദീപ് വാര്യർ വരാഞ്ഞത്. ഇപ്പോ സന്ദീപ് വാര്യറിനെ ആ വീടിന്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ചെറായും ചെറായിയുടെ കൂട്ടാളികളും വിളിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് പോവാത്തത്, അതായത് സന്ദീപ് വാര്യർ അവിടെ പോയിട്ടില്ല, അത് മഹാഭാഗ്യമാണെന്നാണ് പറയുന്നത്. കാരണം സന്ദീപ് വാര്യർ ഇപ്പോ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലോട്ട് പോയില്ലേ, അതുകൊണ്ട് തന്നെ ആ വീടിന്റെ കല്ലിടൽ ചടങ്ങിന് പോവാത്തത് മഹാഭാഗ്യമാണെന്ന് പറയാൻ കാണിച്ച മനസ്സ്. ചെറായി ഒന്ന് കണ്ണുനീര് തുടച്ചിട്ട് പറ. കുറച്ചു പേര് ഇതിവിടെ പണിക്കണ്ട. ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെയുള്ള ബി.ജെ.പി പ്രവർത്തകരാണ്. അവരൊക്കെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് സൗജന്യമായിട്ടൊന്ന് 4 ദിവസമായി ഇവിടെ പണിയണ, 10ന്റെ പൈസ ഇല്ലാണ്ട്. 4 ദിവസമായി പോലോ കൂലി പോലും ഇല്ലാതെ അവിടെ പണിയുന്നു. അതായത് തേപ്പിന്റെ പണിക്ക് വന്ന പണിക്കാരാണ് ചെറായിയുടെ പുറകിൽ കാണുന്നത്. അപ്പോ അവര് ചെയ്യുന്ന നല്ല പ്രവൃത്തി തന്നെയാണ്. ഇതേപോലെയുള്ള ആൾക്കാർ നമ്മുടെ സംഘത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടടാ, നല്ല നല്ല പ്രവൃത്തികൾ. അതായത് വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇവന്മാർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഫ്രീ ആയിട്ട് 4 ദിവസമൊക്കെ ഫ്രീ ആയിട്ട് പണിയെടുത്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സത്യം തന്നെ ആയിരിക്കും. അപ്പൊ അതുപോലെയുള്ള പ്രവർത്തകരുള്ള പാർട്ടിയാണ് ബി.ജെ.പി. ഇതേപോലുള്ള ആളുകളുള്ള പാർട്ടിയാണ് ബി.ജെ.പി എന്നൊക്കെ പറയുന്നില്ലേ. പിന്നെന്തിനാ നിങ്ങൾ സന്ദീപ് വാര്യറിനെ പോലുള്ള ഒരാൾ കോൺഗ്രസിലോട്ട് പോയതിന് പൊട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒലിപ്പിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ഒരു പരിപാടി നിർത്തണം, അത് മോശപ്പെട്ട പരിപാടിയാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയിലോട്ട് എപ്പോ വേണമെങ്കിലും പോവാ, അതൊന്ന് മനസ്സിലാക്കണം കേട്ടാ ചെറായി. നിങ്ങൾ കിടന്ന് കോൺഗ്രസിലോട്ട് പോയിട്ട് ഈ ഛർദിച്ചതൊക്കെ തിന്നാൻ തുടങ്ങിയാലും ഒരു കുഴപ്പമില്ല. ബി.ജെ.പിന്ന് ആരെങ്കിലും കോൺഗ്രസിലോട്ട് പോയാൽ അവർ ഛർദിച്ചത് വാരി തിന്നുന്ന ആൾക്കാര്. അതേ സ്ഥാനത്ത് കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലോട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ചിക്കൻ ബിരിയാണി തിന്നുന്ന ആൾക്കാരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ബി.ജെ.പിയിലോട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചാണകം തിന്നുന്ന ആൾക്കാരായിട്ടാണ് സമൂഹത്തിലുള്ളത്. ഈ സീറ്റിന് വേണ്ടിയും കസേരക്ക് വേണ്ടി നിങ്ങളൊക്കെ പാർട്ടി മാറി മറിഞ്ഞാലും ബി.ജെ.പി എന്നുള്ള പ്രസ്ഥാനം സംഘം ഇവിടെ നിലനിൽക്കും. ഇവിടെ ആരാണ് പറഞ്ഞത് സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോയതിനെ കൊണ്ട് സംഘം ഇവിടെ തകർന്ന് അടിഞ്ഞുകൂടുകയാണെന്ന്? ആരാണ് അങ്ങനെ പറഞ്ഞത്? ഒരിക്കലും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമാണ് പാർട്ടി കാര്യങ്ങളൊക്കെ. അവർക്ക് ഇഷ്ടമുള്ള പാർട്ടി പോകാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ എന്ത് സംഘം കൂടെക്കുന്ന? സംഘം ഇവിടെ നിലനിൽക്കും. സംഘം ഇവിടെ നിലനിൽക്കണം, എന്നാലേ ഇവിടെയുള്ള വീടില്ലാത്ത ആൾക്കാർക്ക് നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ കൂടിയിട്ട് വീട് വെച്ചു കൊടുക്കും. നല്ല കാര്യം തന്നെ. അടുത്ത നമുക്ക് നമ്മുടെ ഷൈനി മധുസൂദൻ ഇല്ലേ, ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് കൊണ്ട് ചാണകം തുപ്പുന്ന ഒരു പെണ്ണുങ്ങളില്ലേ, ആ ഷൈനി മധുസൂദൻ തന്നെ. ആ പെണ്ണുങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ചെറിയ കുറച്ച് മറുപടി എടുക്കാനുണ്ട്. പ്ലേ ചെയ്യാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോ ഷൈനി മധുസൂദൻ അമ്മച്ചി പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, നല്ലോണം കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. നമ്മുടെ എക്സ് ഒരു അംഗം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഇദ്ദേഹം ഇപ്പൊ സംഘികളുടെ കൂട്ടത്തിലില്ല, അതുകൊണ്ട് തന്നെ എക്സ് സംഘി. നീ ഇങ്ങനെ ആയിരിക്കും അല്ലേ, സംഘികളുടെ കൂട്ടത്തിൽ സന്ദീപ് വാര്യർ അറിയപ്പെടാനല്ലേ എക്സ് സംഘിയോ? കൊള്ളാം, ബാക്കി പറ. പോയിട്ട് ഈ പറയുന്ന കോൺഗ്രസിൽ പോയിട്ട് തലവെച്ചിട്ടുണ്ട്. അപ്പോ കോൺഗ്രസ്സുകാരുടെ പിന്നെന്താ പറയാ ഗതികേട് എന്നല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കോൺഗ്രസ്സുകാർക്ക് ഇനിയിപ്പോ ഇതിലും വലിയൊരു
ഗതികേട് വരാനുമില്ല. അതെന്താ നിങ്ങളെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത്? ഏതെങ്കിലും ഒരാള് നിങ്ങളെ പാർട്ടിയിലുള്ളപ്പോൾ അയാൾ നല്ല മഹാനായ വ്യക്തി, അതേ ആള് തന്നെ മറ്റൊരു പാർട്ടിയിലോട്ട് പോയാൽ അയാളെ കൊണ്ട് ആ പാർട്ടിക്കാർക്ക് ഗതികേട് അല്ലെ? ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഇവിടെയുള്ള BJP-ക്കാർക്ക് സന്ദീപ് വാര്യർ പോയപ്പോ തന്നെ എത്രമാത്രം സങ്കടം മനസ്സിൽ നീറുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവന്മാരുടെ വിഷമമാണ് ഇവന്മാർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തുപ്പുന്നത്. അപ്പോ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ്. അതും നമ്മൾ കേൾക്കുന്ന വലിയൊരു കോമഡിയാണ്. കോൺഗ്രസ് മതേതര പാർട്ടിയാണെന്ന് കേൾക്കുന്നത് നിങ്ങളെ പോലുള്ള വർഗീയവാദികൾക്ക് കോമഡി ആയിട്ട് തോന്നും. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ. അങ്ങനെയല്ല, ഇവിടെയുള്ള സാധാരണക്കാരായ ആൾക്കാര് അവര് ചിന്തിക്കുമ്പോൾ, സാധാരണക്കാര് ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് മതേതര പാർട്ടി തന്നെയാണ്. അവർക്ക് കോമഡി ആയിട്ട് തോന്നൂല, പുച്ഛമാണ് തോന്നുന്നത്. അതെ, നിങ്ങളെ പോലുള്ള ചാണകങ്ങളൊക്കെ ഇതേപോലെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് മറ്റുള്ള പാർട്ടിക്കാരെ കുറ്റം പറയുന്നത് കാണുമ്പോൾ തന്നെ പുച്ഛമാണ് നിങ്ങളെ പോലെയുള്ള ചാണകങ്ങളോടൊക്കെ തോന്നുന്നത്. എല്ലാവരെയല്ല ഞാൻ ആക്ഷേപിച്ചത്, ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് മാത്രമാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. നിങ്ങളൊരു മതേതര പാർട്ടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതേതര പാർട്ടി ഈ ഒരു വിഭാഗക്കാരുടെ മാത്രം കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏത് മതത്തിന്റെ കാലിന്റെ ഇടയിൽ പോയിട്ടാണ് നിൽക്കുന്നത്? നിങ്ങളെ പോലെയുള്ള സംഘടനകൾ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിൽ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, അവരെയാണ് താങ്ങുന്നത്. ഈ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ലേ? എന്താ പറയുന്നത് തളച്ചി? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ ഇന്ന് എന്റെ ഭാഷ ഞാൻ കുറച്ച് മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. അത് ഇന്നത്തെ ലൈവിൽ മാത്രമല്ലല്ലോ നിങ്ങളുടെ ഭാഷ മോശപ്പെട്ട രീതിയിലുള്ളത്. നിങ്ങളുടെ ഏതൊരു ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഭാഷ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണുള്ളത്. ചേരി പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് പോലെയാണ് നിങ്ങളെ പോലെയുള്ള തള്ളകൾ സംസാരിക്കുന്നത്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആളായതുകൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാമോശം തന്നെയാണ്. അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കും. എന്താ പറയാനല്ലേ, ഈ BJP-ക്കാർക്കൊക്കെ ഇത്രയും സങ്കടമുണ്ടോ? സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസിലോട്ട് പോയതിനെ കൊണ്ട് അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. വളരെ മോശപ്പെട്ട ഭാഷയാണ് പോലെ സന്ദീപ് വാര്യർ ആയതിനെ കൊണ്ട് ഇയാൾ എടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത്. ചിരി വരുന്ന അമ്മച്ചേ, നിങ്ങൾ വല്ലാത്ത ആളെന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് കോൺഗ്രസിലോട്ട് സന്ദീപ് വാര്യർ കയറിയതിനെ കൊണ്ടാണ് പറയുന്നത് ആ ഒരു പാർട്ടിയുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെന്ന്. നിങ്ങൾ അതേ സ്ഥാനത്തൊന്ന് ചിന്തിച്ച് നോക്ക്. കോൺഗ്രസ് നിന്ന് പല ആളുകളും നിങ്ങളെ പാർട്ടിയിലോട്ട് വന്നിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോൺഗ്രസിന്റെ പ്രവർത്തകർ നിങ്ങളീ പറയുന്നത് പോലെ തന്നെ എന്റെ ഭാഷ വളരെ മോശമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത്? കേൾക്കില്ല. കാരണം അവരുടെ സംസ്കാരം വേറത്, നിങ്ങളെ പോലെയുള്ള ചാണക സ്ത്രീകളുടെ സംസ്കാരം വേറത്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പാർട്ടിക്ക്, കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിക്ക് കഴിഞ്ഞ 70 കൊല്ലം നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ ഭരിച്ചിരുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഗതികേട് പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരുന്നില്ലെങ്കിൽ പാർട്ടി ഒന്നുമല്ല. ഇതാണ് ഇതേപോലുള്ള ചാണക സ്ത്രീകളുടെ പ്രശ്നം. കാരണം വേറൊന്നല്ല, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിട്ട് നിന്നിട്ടില്ലെങ്കിൽ ആ പാർട്ടി ഒന്നുമല്ല എന്നാണ് ഇതേപോലത്തെ ആൾക്കാർ പറയുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന 3 മതത്തിൽ നിന്നും ഏകദേശം ഒരേപോലെ തന്നെയാണ് ജനസംഖ്യ ഉള്ളത്. നിങ്ങൾ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് തുപ്പുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാനൊന്ന് ചിന്തിച്ച് നോക്കുന്നത്. ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായിരിക്കും ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലാന്ന്. അതിൽ കുറെ മണ്ടന്മാരുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ വർഗീയത തുപ്പുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. മുസ്ലിം ലീഗിൽ മണ്ടന്മാരുണ്ട്, വർഗീയ പാർട്ടിയല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി പേരിൽ തന്നെ വർഗീയതയുള്ള, ഞാൻ ചോദിക്കുന്ന മുസ്ലിമുള്ള ആൾക്കാർക്ക് വർഗീയത ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി പേരിൽ എന്തിനാണ് മുസ്ലിം? അത് നിങ്ങൾക്ക് അതിന്റെ കുട്ടൻസ് മനസ്സിലാവാത്തത് കൊണ്ടാണ്. കാരണം മുസ്ലിം ലീഗ് എന്നിട്ട് കഴിഞ്ഞാൽ മുസ്ലിംസിൽ കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഇതേപോലെയുള്ള മണ്ടന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പേരിട്ടത്. അല്ലാതെ വർഗീയ പാർട്ടി ഒന്നല്ല. കുറെ മണ്ടന്മാരുണ്ട് മുസ്ലിം ലീഗിൽ. അല്ലാതെ മുസ്ലിം ലീഗുകാര് വർഗീയവാദികളാണെന്ന് പറയരുത്, അതിൽ സത്യാവസ്ഥയില്ല. തമാശല്ല പറയുന്നത്. മുസ്ലിം ലീഗുകാർക്ക് വർഗീയത എന്ന് പറയുന്ന സംഭവം ഇല്ല. പക്ഷേ മണ്ടന്മാരുണ്ട്, അതേ കുഴപ്പമുള്ളൂ. അപ്പൊ മുസ്ലിം വർഗീയ പാർട്ടി തന്നെയാണ്. വർഗീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJP മാത്രമാണ്. അല്ലാതെ SDPIയും പിന്നെ അതേപോലെ തന്നെ ലീഗുകാരും കോൺഗ്രസ്സുകാരും CPM-മാരൊന്നും വർഗീയത പറയുന്നത് അങ്ങനെ കാണാൻ പറ്റൂല. പക്ഷെ BJP-ക്കാർ വായി തുറന്ന വർഗീയതാണ് പറയുന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയ വർഗീയവാദികൾ നിങ്ങളാണ്. എടോ പൊന്നു വാര്യരെ, ചത്തൂടെ പോയിട്ട് ഇതിനേക്കാളും. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതേപോലുള്ള ബുദ്ധിയില്ലായ്മ തുപ്പുന്ന കുറെ ആൾക്കാരുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോയത് കണ്ടു കഴിഞ്ഞിട്ട് കുരുപൊട്ടിയിട്ട് ആ ചോരയും ചലവും സോഷ്യൽ മീഡിയയിൽ കലക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ജനം മനസ്സിലാക്കുക. ഇതിലും കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഫോളോ ചെയ്യാം.